ഇതിനകത്ത് നടക്കുന്ന ഒരുപാട് പദ്ധതികൾ, പരിപാടികൾ, ഖുർആൻ കൺട്രോൾ, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയം കൺട്രോൾ ചെയ്യാൻ ഏൽപ്പിച്ചത് ഞാൻ അറിഞ്ഞെടുത്തോളും. ഇനി അവർ മാറ്റട്ടെ, മാറ്റാൻ വേണ്ടി തന്നെ ഞാൻ പറയുന്നത്, മാറ്റട്ടെ. ഇത് മുജാഹിദുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഈ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചെയ്യുന്നത്. ഈ ചാനലിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കുറെ നല്ല എഡിറ്റിംഗ് ചെയ്തിട്ട് അതിനെ വളരെ കാമ്പുള്ളതാക്കി ഏറ്റവും ആകർഷകമാക്കി മാറ്റാനുള്ള പണി ഏറ്റെടുത്തത് മുജാഹിദ് ബന്ധമുള്ള ആളാണ്. തെളിവുകൾ നിരത്തിയിട്ട് ഞാൻ അത് സംസാരിക്കാൻ റെഡിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട്. ഇതിനു വേണ്ടിയാണ് 110 കോടി രൂപ സമാഹരിച്ചത്. ചിന്തിച്ചു നോക്കൂ, 110 കോടി രൂപ സമാഹരിച്ചിട്ട് ഇവിടെ സമുദായത്തിന് എന്ത് നന്മയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? എവിടെ ഏത് ആരാധനയാണ് ഇതിലുള്ളത്? കുപ്പിവള എന്ന പേരിലുള്ള സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള റിയാലിറ്റി ഷോ, പെൺകുട്ടികൾ പങ്കെടുക്കുന്ന മ്യൂസിക്കുള്ള ഈ ഷോ ഇസ്ലാമികാണോ? ഈ ചാനലിന്റെ പേര് നേരത്തെ പറഞ്ഞല്ലോ, ദർശന എന്റർടൈൻമെന്റ് ചാനൽ. ഈ ചാനലിൽ 110 കോടിയിൽ നിന്ന് സമുദായത്തിന് എന്താ ലഭിക്കാനുള്ളത്? എത്ര പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചൂടെ? സാധാരണക്കാരെ ഒരുപാട് സാധുക്കൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഈ പണം ഉപയോഗിച്ചുകൂടെ? പണക്കാരൻ നൽകിയ ഷെയർ ആയാലും അങ്ങനെ ഉപയോഗിച്ചുകൂടെ? സാന്ദർഭികമായി ഓർമ്മ വരുന്നൊരു സംഭവമുണ്ട്. 40 കോടി രൂപക്ക് ഖമറുലുലമ കാന്തപുരം ഉസ്താദ് ഒരു പള്ളി നിർമ്മിക്കുന്നു. അവിടെ എന്തൊക്കെയാണ് ഉള്ളത്? 25,000 ആളുകൾക്ക് നിസ്കരിക്കാം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിലെ ഭാഗമായ ഷഹറെ മുബാറക്ക് സൂക്ഷിക്കാനുള്ള ഒരു ഇടം, ഇത്രയും ആളുകൾക്ക് നിസ്കരിക്കാനുള്ള ഇടം, പിന്നെ ഒരു ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം, ഇസ്ലാമിലെ ചരിത്ര ശേഷിപ്പുകളെ സൂക്ഷിക്കാനുള്ള ഒരിത്, പിന്നെ പഠന കേന്ദ്രങ്ങൾ, ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, വന്ന് യാത്രയും മറ്റുമായി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറെ മുബാറക്കൊക്കെ കണ്ട് പോകുന്നവർക്ക് താമസിക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള സംവിധാനം, എല്ലാം ഇർത്തികാഫിരിക്കാനുള്ള സംവിധാനം, ഖുർആൻ ഓതാനുള്ള സംവിധാനം, ഇങ്ങനെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്തായി മാറുന്നതിന് 40 കോടി 1000 രൂപ വെച്ച് ഓരോ സാധാരണക്കാരനും കൊടുക്കുമ്പോൾ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർ ചാനൽ തുടങ്ങിയിട്ട് ചാനലിന് വേണ്ടി സമാഹരിക്കുന്നത് 110 കോടി. 110 കോടി സമാഹരിക്കാൻ ഒരുപക്ഷെ ഇതിനെതിരെ വരും, ഞങ്ങൾ 110 കോടി സമാഹരിച്ചിട്ടില്ല, ഞങ്ങൾ 80 കോടിയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വരൂ, നിങ്ങൾ അന്വേഷണ കമ്മീഷനായി ഞങ്ങൾ വെക്കുന്നു, നിങ്ങൾ തന്നെ ആവട്ടെ അതിന്റെ അന്വേഷണം. എന്തായാലും 50 കോടിയിൽ കുറഞ്ഞ് ഒരു വർഷം നടത്താൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചാനൽ തുടങ്ങാൻ നിങ്ങളിപ്പോ എടുത്ത ഈ നമ്മൾ കാണിച്ച കോഴിക്കോടുള്ള ഓഫീസ് അടക്കം വെച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന് പോരാ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോലും ഈ സമൂഹത്തിന് മുന്നിൽ 10-20 ചാനൽ ഇവിടെ ഒന്നിച്ചു വരാൻ പോകും. എല്ലാം കൂടി വന്നാൽ 10-20 മലയാള ചാനലുകളാവാൻ പോവാണ്. ആ സമൂഹത്തിന് മുന്നിൽ നിന്ന് കളവ് പറയാൻ അമ്പലക്കടവിനോ നാസർ ഫൈസിക്കോ അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആർക്കും സാധിക്കില്ല. മാത്രമല്ല, SKSSFന്റെ സംസ്ഥാന നേതാവും സംസ്ഥാന തലത്തിൽ അറിയപ്പെടുകയും ചെയ്ത സിദ്ദീഖ് ഫൈസി വാളക്കുളാണ് ഇതിന്റെ CEO. അദ്ദേഹം ഈ ചാനലിനെ പരിചയപ്പെടുത്തേണ്ടതാ. Darshana will address Malayalis around the globe. From its open platform, our aim is to create a new visual experience to its viewers. We don't have any in-depth channel competition in our angle. Definitely, our programs carry the zeal of difference, shows that beat with the pulse of diasporic life. ഈ ചാനല് ഇതിനു വേണ്ടിയുള്ള 110 കോടി രൂപ എന്തിനു സമാഹരിച്ചു? ഈ സമാഹരിച്ചത് അധാർമികതക്കല്ലേ, അനിസ്ലാമികതക്കല്ലേ എന്ന് SKSSF നേതൃത്വം നൽകുന്ന സംസ്ഥ പറയേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥ നേതൃത്വം നൽകുന്ന പിന്നെ കീഴ്ഘടകങ്ങൾ എന്നാണ് പറയേണ്ടത്. ഇത് തിരിച്ചാണ്. കാരണം എല്ലാ സംസ്ഥ പരിപാടികൾ നടത്തുന്നതൊക്കെ SKSSF ആണ്. അപ്പൊ SKSSF നേതൃത്വം നൽകുന്ന വാല് നിയന്ത്രിക്കുന്ന തല എന്ന രൂപത്തിലുള്ള പ്രവർത്തനം